ളും പണിയാണ് ഇപ്പൊ ഇത് ബുക്ക് അയക്കുന്നതെന്ന് തോന്നുന്നു. ഒരു സുഖമില്ലാണ്ട് എടുക്കുമ്പോഴേ നമുക്ക് അത് ഭയങ്കര പ്രശ്നം. പിന്നെ രാവിലെ തൊട്ട് എനിക്ക് പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങേരെ കൊടുത്തു കണ്ണന്. അപ്പൊ രണ്ടാളും കൂടെ കിടന്ന് എന്തൊക്കെയോ ഹലോ പീ പീ പോം 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 പോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിയാട്ടാ. ആൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിർത്താൻ പാടില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും നേരെ വിളിക്കുമ്പോഴേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേടാ. സ്വാഗതം കണ്ണ. ഞങ്ങളിവിടെ നല്ല പണിയിലാണ്. നമ്മുടെ ബുക്ക് എല്ലാവരും ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. നമ്മളുടെ ബുക്ക് ഇതിപ്പോൾ നമ്മൾ 1000 കോപ്പി എടുത്തിട്ടുണ്ട്. അപ്പം അതിപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ഒരു 10-200 സംതിങ് കോപ്പി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പ്രകാശനം ചെയ്ത അന്ന് തന്നെ. ഇനിയും ബാക്കിയുള്ളതുകളുണ്ട്, ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ബുക്ക് എഴുതിയതിനേക്കാളും പണിയാണ് ഇപ്പോൾ ഇത് ബുക്ക് അയക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ സൈൻ ചെയ്ത് ഇമ്പോസിഷൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്ന് പലരും ഇങ്ങനെ അന്നത്തെ ദിവസമൊക്കെ വന്നിട്ട് ആവശ്യപ്പെട്ടായിരുന്നു ഒന്ന് സൈൻ ചെയ്ത് തരണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അഡ്രസ്സ് എഴുതി കൊറിയർ ചെയ്യാന്നൊക്കെ പറയുന്നത് നല്ല പണിയാണ്. അപ്പം ഇന്ന് ഇതല്ല കേട്ടോ, ഇനി ഒരുപാടുണ്ട്. ഇപ്പം ഈ നേരം കൊണ്ട് ഞാൻ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. അയക്കാനായിട്ടൊരു 20 ഇപ്പം ഇതിലുണ്ട്. പിന്നെ ഇതേ ഇങ്ങനെ എഴുതാനും പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധനങ്ങൾ ഇങ്ങനെ എടുത്തും കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കും. പിന്നെ കണ്ണൻ കുറേ എഴുതി തരും. കുറേയൊക്കെ കണ്ണൻ്റെ കയ്യിൽ കൊടുത്താലേ കണ്ണൻ കുറേ എഴുതി തരും. അത് കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല. സൈനൊക്കെ കണ്ണനാണ് കേട്ടോ ഇടുന്നത്, അല്ലേ കണ്ണ? അനയിന്ന് എഴുതിയിട്ട് അനയി സൈൻ ചെയ്യും. അത് കാരണം എനിക്ക് വലിയ വിഷയമില്ല, അല്ലേ? എന്നാ എഴുത്. ഒരു ബുക്കിൽ ഒരു സൈൻ ചെയ്ത് കൊടുത്തേ. ഒരു ബുക്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അനയിന്ന് എഴുതിയിട്ട്. അപ്പൊ ഇനിയിപ്പോൾ ആളുകൾ റീനി സ്വാതി സൈൻ ചെയ്ത് തരണ്ടേ. റീനി എഴുതുന്ന ബുക്കിലൊക്കെ കണ്ണന്റെ കൈ പിടിപ്പിച്ചിട്ട് കണ്ണൻ സൈൻ ചെയ്ത് വിട്ടാൽ മതി എന്നൊക്കെ പറയൂട്ട ആളുകള്. വേണ്ട ബലം പിടിക്കില്ലേ. അയ്യോ എന്നെ കളിയാക്കണ്. അമ്മ തന്നെ ചെയ്തോണ്ട് ഇടണോ? ഒരു സൈൻ ഇടണോ? കണ്ണൻ ചേട്ടൻ്റെ ബുക്കല്ലേ, ഒരു സൈൻ ഇടണോ? വേണോ? അപ്പൊ ഇത് നമ്മുടെ കാറിന്റെ സീറ്റ് ആട്ടോ. അപ്പൊ നമ്മള് ചിലപ്പോ എങ്ങടെയൊക്കെ പോകുമ്പോ ഇത് അഴിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഞാനിവിടെ താഴെ ഇരുന്നിട്ട് കണ്ണനോട് താഴേക്ക് എടുത്തേക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടെ നല്ലത് അവന് ഇരുത്താലോ ഇവിടെ എന്താ വിചാരിച്ചാൽ അതിലിങ്ങനെ ചാരിയൊക്കെ ഇരുത്തിയപ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കണ്ടാ നമ്മ കാറിൽ പോടാ. എങ്ങനെയാ കാറിൽ പോം പീ പീ. അപ്പൊ എനിക്ക് തീരെ വയ്യായിരുന്നല്ലേക്ക് നല്ല പനി, ജലദോഷവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിങ്ങനെ ഓർഡറുകൾ ഇങ്ങനെ വരുമ്പോ അത് വിടും വേണമല്ലോ. പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 20 ആയിട്ടുണ്ട്. ഒരു 30 കൂടിയൊക്കെ ചിലപ്പോൾ ഇനി ഉണ്ടാവും എഴുതാനായിട്ട്. ഇപ്പം ആണെങ്കിൽ സമയം 1 മണി ആവാറായിട്ടുണ്ട്. ബാക്കിയുള്ള 30 കൂടെ അഡ്രസ്സ് എഴുതി കൊറിയർ അയക്കണം. നടക്കുമെന്ന് അറിയില്ല. 30 കേട്ടോ, വേറെ 50, 25 വേറെ കണക്കുകൾ വേറെ ഇരിപ്പുണ്ട്. അപ്പം അതെല്ലാം കൂടെ അയക്കണം. അതിൻ്റെ ഇടയിൽ എല്ലാത്തിലും സൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. എന്നാലും പറ്റുന്നത് ഞാൻ സൈൻ ചെയ്ത് വിടുന്നുണ്ട്, അല്ലേ കണ്ണാപ്പിയെ? അപ്പോൾ ഈ ബുക്ക് വേണ്ടവർ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ഞാൻ ഇതുപോലെ കൊറിയർ ചെയ്ത് തരും കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രകാശനം കഴിഞ്ഞിട്ട് വേറെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡൈൻ മൈ ലൈഫ് ഒക്കെ കുറച്ച് കിടപ്പുണ്ട്, ഇടാം. അതൊക്കെ ഞങ്ങൾ ഇടാം. അപ്പൊ ഈ ബുക്കിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസുകളൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ അതാണ് ഞാനിപ്പോ ഇന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എന്തായാലും ഇതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഇരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ അല്ലേ അണ്ണാ? കണ്ണെന്തായാലും ഭയങ്കര ഹാപ്പിയാ. കണ്ണന് ഒന്നാമത് ഈ ബുക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ അവൻ്റെയും ഫോട്ടോ ഉണ്ട്, ബാക്കിലും എൻ്റെയും അവൻ്റെയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു ബുക്ക് സ്റ്റോളിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം പേര് മാത്രം വെച്ച് കാണുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് മനസ്സിലാവും നമ്മളുടെ ബുക്കാണെന്ന് മനസ്സിലായിട്ട് ആളുകൾ ചിലപ്പോൾ ഇത് വാങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ കവർ ഫോട്ടോ തന്നെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചത്. അപ്പം അത് വലിയ ഉപകാരമായിട്ടുണ്ട്. കാരണം നമ്മളിത് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത പ്രസ്സിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്തിട്ട് ഫസ്റ്റ് കോപ്പി അവിടെ വെച്ചേക്കായിരുന്നു. അപ്പോൾ അടുത്ത ഓണർ പറയാ, കുറേ പേര് വന്നിട്ട് ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഇവരെ ഞങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഒരെണ്ണം തരുമോന്നൊക്കെ അന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ പ്രകാശനം കഴിയാത്ത സ്ഥിതിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഈ ഫോട്ടോ വെച്ചത് കൊണ്ടും അങ്ങനത്തെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായിച്ചവരെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
ഇതിൽ നമ്മളങ്ങനെ ഒന്നും നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് എടുത്ത് എഴുതേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മായവും ഉണ്ടാവില്ല പുസ്തകത്തിൽ. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിത് ബുക്കാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല എഴുതിയത്. അതുകൊണ്ട് തന്നെ എഴുതാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇത് ഒന്നാമത്തെ ബുക്കല്ലേ. പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എനിക്ക് ഈ ബുക്കിൽ ആകെ ഒരു പോരായ്മ തോന്നുന്നത് വളരെ കൊച്ചു പുസ്തകമായി പോയി എന്ന് മാത്രമേ എനിക്കിതിലൊരു പോരായ്മയായിട്ട് നമുക്ക് കാണുമ്പോഴേ തോന്നുള്ളൂ. അപ്പൊ ഞാനത് എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഫസ്റ്റ് ബുക്കല്ലേ, കൊച്ചു ബുക്ക് മതി, അടുത്തതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുക്കുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ അത് സത്യമാണ്. നമ്മൾ ആദ്യം ചെറിയിൽ നിന്ന് വേണ്ട നമ്മൾ വലുതാവാനായിട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഞാൻ എഴുതും. എന്താ പറയാ, എഴുതാനുള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു സന്തോഷം, ഒരു മനസംതൃപ്തി ഒക്കെ കിട്ടുന്നുണ്ട്. വലയണ കണ്ണനും എഴുതും. കണ്ണൻ തറാപ്പറ ABCD 1 2 3 അല്ലണ ഞങ്ങൾ അതും എഴുതും അല്ലേ കുഞ്ഞോളെ? ഞങ്ങൾ സന്തോഷം വന്നാൽ ഞങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞിരിക്കും. സന്തോഷം വന്നാൽ ഞങ്ങൾ കണ്ണന്റെ വണ്ടി പോണു. ഒന്ന് കാലത്തോട്ട് കണ്ണന്റെ കൂടെ കളിയും. എൻ്റെ മോയ്ക്ക് ഒന്നാമത് സംസാരിക്കാൻ വയ്യ. അപ്പൊ ആളാണെങ്കിൽ ഇത്തിരി അടച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ അവന്റെ കൂടെ ഇങ്ങനെ അവൻ്റെതായ ഇതിൽ തുള്ളിച്ചാടിയൊക്കെ നിന്നാൽ ആള് ഹാപ്പി ആവുള്ളൂ. എനിക്ക് ജലദോഷവും തലവേദനയും രാത്രി പനിച്ചതിൻ്റെ ബോഡി പെയിനും ഒക്കെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് പണികളൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരമില്ല. ഇനിയും ഇതിങ്ങനെ പണികൾ തന്നെയാണ്. അപ്പോൾ കണ്ണൻ്റെ കൂട്ടുകാരൻ ഈ സംഭവമൊക്കെ ഉള്ളത് കാരണം, മറ്റേ ടോമി ഇതൊക്കെ ഉള്ളത് കാരണം ഞാനിങ്ങനെ എന്താ പറയണ, എനിക്ക് കണ്ണനെ വെറുതെ ബോറടിച്ച് ഇങ്ങനെ കിടക്കുമ്പോ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അയ്യോ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ ബോറടി ആവുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആള് ഹാപ്പി ആയിട്ട് കിടക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിതൊക്കെ എഴുതാനും കൊറിയർ ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും കണ്ണൻ അവിടെ ഒരു സുഖമില്ലാണ്ട് ബലം വിടടാ, ഒരു സുഖമില്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഒരു എനക്കില്ലാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാത്. ഇതിപ്പോ ഞാനിങ്ങനെ ഓരോ ടോയ്സ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആളവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പൊ പിന്നെ എനിക്ക് ആളുടെ ഉഷാറ്, ആള് കുഴപ്പമില്ല, ആളെന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. അതല്ല കണ്ണൻ ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് എടുക്കുമ്പോഴേ നമുക്ക് അത് ഭയങ്കര പ്രശ്നം. പിന്നെ രാവിലെ തൊട്ട് എനിക്ക് പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങേരെ കൊടുത്തു കണ്ണന്. അപ്പൊ രണ്ടാളും കൂടെ കിടന്ന് എന്തൊക്കെയോ ഹലോ കണ്ണനോട് മിണ്ടില്ല. ഡാ എടോ എന്നോട് പടങ്ങിയ കണ്ണാ ചാർജ് കഴിഞ്ഞുടാ. കണ്ണന്ന് വിളിച്ചേക്ക് കണ്ണൻ വിളിച്ചാൽ മിണ്ടോ? ആര് വിളിച്ചാലും മിണ്ടില്ല, ചാർജ് കഴിഞ്ഞു. കണ്ണാ പോയി കുത്തിയേക്ക് എന്നെ കളിയാക്കാണ് രണ്ടാളും കൂടി ഇരുന്നിട്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ കുറെ അങ്ങോട്ട് നീട്ടി വലിച്ച് കൊണ്ടുപോകില്ല. നമ്മുടെ വീഡിയോയില് ഏറ്റവും എനിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്സ് നമ്മൾ നോക്കാറില്ലേ. ഇപ്പൊ ഞാൻ ഈ ബുക്കിലാണെങ്കിൽ എനിക്ക് ഒരു കുറവായിട്ട് തോന്നിയത് ഒന്നാമത് ഇതിലും കൂടുതൽ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനാണെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കണമായിരുന്നു. ശരി, ഇതിപ്പോ വായിക്കുമ്പോൾ ആളുകൾക്ക് ബോറടിക്കാനൊന്നുമില്ല, ഒക്കെ ഭയങ്കര ഷോർട്ടായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയുള്ളത്. പക്ഷെ ഇതിന്റെ ഇരട്ടി ഉണ്ട് എനിക്ക് പറയാനാണെങ്കിൽ. അപ്പൊ അത് എനിക്കൊരു കുറവായിട്ട് ഇതിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറവെന്നല്ല, എനിക്ക് കുറച്ചും കൂടെ എഴുതാമായിരുന്നു എന്നത്. പക്ഷെ ഈ ബുക്കിന് കുറവെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ ആവാമായിരുന്നു, കുറച്ചും കൂടെ എഴുതാനാണെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ നമ്മുടെ വീഡിയോന് എനിക്ക് ഒരു കുറവ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ റിപ്പീറ്റേഷനാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുറവ് എനിക്ക് നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റേഷന് വേണ്ടി നിൽക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ അധികം ലാഗ് അടിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. ബുക്ക് വേണ്ടവര് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ബുക്കിന്റെ വിവരങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ഉണ്ടാവുക. അത്രയൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുക, അത് മാത്രം മതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക്. അപ്പൊ അവസാനിപ്പിക്കുക. കണ്ണാ നിർത്താ ടാറ്റ പഞ്ഞി അമ്മയുടെ കുട്ടൻ ടാറ്റ പഞ്ഞി പയ്യടി ഈ വണ്ടില്ല എന്നെ ഇരുത്തോ
എന്നിരുത്തോ വണ്ടിയില് ഒന്നിറങ്ങി ഞാനിരിക്കട്ടെ കുറച്ചേരം. ഒന്നിറങ്ങ്, ഞാനിരിക്കട്ടെ എന്ന്. ഇറങ്ങ് ഡ്രൈവർ, ഇറങ്ങ്, ഇറങ്ങടാ, ഒന്നിറങ്ങടാ. എന്നിരുത്തടാ വണ്ടിയില്, എടാ എന്നിരുത്തടാ വണ്ടിയില്, എന്നിരുത്തടാ വണ്ടിയില്. നല്ല സുഖമുള്ള വണ്ടിയില്ലേ. ആയി ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിയാട്ടാ. ആൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിർത്താൻ പാടില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും നേരം വിളിക്കുമ്പോട്ട് അന്ത്യാവണ വരെ. അപ്പൊ ഞാൻ നിർത്താട്ടെ, എനിക്ക് എന്റെ പണികൾ നടക്കില്ല അല്ലെങ്കിൽ. ടാറ്റാ, ബൈ ബൈ.